ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് റോയൽ റംബിൾ, മൈ എക്സ്പെക്റ്റേഷൻ. റോയൽ റംബിളിനെ കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ, അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ WWE കാണുന്നവർക്ക്, അതായത് വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ് കാണുന്നവർക്കറിയാം റോയൽ റംബിൾ പേപ്പർ വ്യൂവിനെ കുറിച്ച്. അപ്പോൾ ഒത്തിരി ഇവൻറ്റുകൾ WWE നടത്താറുണ്ട്. സമ്മർ സ്ലാം, റെസിൽമേനിയ, എലിമിനേഷൻ ചേംബർ, അങ്ങനെ നിരവധി പേപ്പർ വ്യൂകൾ WWE നടത്താറുണ്ടെങ്കിലും മൈ ഫേവറേറ്റ് എന്ന് പറയുന്നത് റോയൽ റംബിളാണ്. കാരണം റിങ്ങിൽ നിന്നുകൊണ്ട് സൂപ്പർ സ്റ്റാറുകളെ പുറത്താക്കി വിജയം 30 പേരായിരിക്കും അതിൽ പങ്കെടുക്കുന്നത്. ആ 30 പേരിൽ അവസാനം റിങ്ങിൽ പിടിച്ചിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഏറ്റവും അവസാനം റിങ്ങിൽ നിൽക്കുന്ന ആൾ, എല്ലാവരെയും എലിമിനേറ്റ് ചെയ്ത് ആരവസാനം വിജയിക്കുന്നോ അയാൾക്ക് റെസിൽമേനിയയിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ലഭിക്കും. അതാണ് ആ ഒരു മത്സരം കാണാനായിട്ട് വളരെ രസമാണ്. കാരണം ഈ എലിമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ റിങ്ങിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് പുറത്ത് കളയുന്ന ആ ഒരു മത്സരം കാണാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെയധികം എൻജോയബിളാണ്. അതുകൊണ്ടാണ് എനിക്കത് വളരെയധികം ഇഷ്ടമുള്ളൊരു പേപ്പർ വ്യൂ WWE റോയൽ റംബിൾ ആകുവാനായിട്ടുള്ള കാരണം. 37ാമത്തെ എഡിഷനാണ് ഈ തവണ നടക്കുക. 27-ാം തീയതി സാറ്റർഡേ ഫ്ലോറിഡയിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ 28-ാം തീയതി ആയിരിക്കും നമുക്കിത് കാണുവാൻ സാധിക്കുക, റോയൽ റംബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ 1988-ലാണ് അവരിത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് എല്ലാ വർഷവും ജനുവരിയിൽ അത് കണ്ടിന്യൂ ആവുന്നു. എല്ലാ വർഷവും ജനുവരിയിൽ ഇവർ പേപ്പർ വ്യൂ നടത്തും. അപ്പോൾ അതിൽ മത്സരിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക്, അതിൽ വിജയിക്കുന്ന ആൾക്ക് റെസിൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് മത്സരം ലഭിക്കും എന്നതാണ് വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. 30 പേരാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിൽ എല്ലാവരും പുറത്താക്കുന്ന ആൾ വിജയിക്കും. അപ്പോൾ ഈ തവണ കുറച്ച് പേരുടെ പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. റോക്ക് വിജയിക്കുമെന്ന് പറയുന്നു, റോക്ക് റിട്ടേൺ ചെയ്ത് വിജയിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം CM പങ്കിൻ്റെ പേര് കേൾക്കുന്നു, കോഡി റോഡ്സിൻ്റെ പേര് കേൾക്കുന്നു. അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ മൈ ഫേവറേറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ്, അല്ലെങ്കിൽ മൈ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ CM പങ്ക് വിജയിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഒരു മൂവ്മെൻ്റ് ആയിരിക്കുമെന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം CM പങ്ക് ഇതുവരെ ഒറ്റ റോയൽ റംബിൾ പോലും വിജയിച്ചിട്ടില്ല. റിട്ടേണിന് ശേഷമുള്ള ആ ഒരു വിക്ടറി എന്ന് പറയുന്നത് വല്ലാത്തൊരു മൂവ്മെൻ്റ് ആയിരിക്കും. WWE സംബന്ധിച്ചിടത്തോളം അവരുടെ TRP റേറ്റിംഗ് കൂട്ടാനുമൊക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം CM പങ്ക് ആയിരിക്കും ഈ തവണ വിജയിക്കുക എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഗസ് എന്ന് പറയുന്നത് CM പങ്ക് ആയിരിക്കും എന്ന് തോന്നുന്നു. CM പങ്ക് വിജയിച്ച് റെസിൽമേനിയയിൽ സെത്ത് റോളിൻസിനെ ചലഞ്ച് ചെയ്യാനായിരിക്കും സ്റ്റോറി ലൈൻ, അങ്ങനെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക എന്ന് തോന്നുന്നു. അങ്ങനെ ആകാനാണ് ചാൻസ്. അപ്പോൾ CM പങ്ക് ആയിരിക്കുമെന്നാണ് മൈ ഒപ്പീനിയൻ, മൈ ഗസ്സിങ്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു പേപ്പർ വ്യൂ WWE, അതായത് ഓരോ സൂപ്പർ സ്റ്റാറുകളുടെ ആ എൻട്രൻസും അതോടൊപ്പം ഓരോരുത്തരെ എലിമിനേറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ കാണുമ്പോൾ വളരെയധികം ഒരു എൻ്റർടൈനിങ് ആണ്, വളരെയധികം എൻജോയബിളാണ്. ഒത്തിരി മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പുള്ള റോയൽ റംബിളുകളിൽ. ജോൺ സിനാഡ റിട്ടേൺസ് 2008-ലെ, 2020-ലെ എഡ്ജിൻ്റെ റിട്ടേൺസ്, അതൊക്കെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കുകയില്ല. അൺഫോർഗറ്റബിൾ മൂവ്മെൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. അങ്ങനെ നിരവധി മൂവ്മെൻറ്റ്സുകളും നടക്കാറുണ്ട്. പഴയ താരങ്ങൾ തിരിച്ചു വരുന്നതിനും അവർ സർപ്രൈസ് ആയിക്കൊണ്ട് റിട്ടേൺ കൊണ്ടിരുന്നു. അങ്ങനെ ഒട്ടേറെ ഇത് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേപ്പർ വ്യൂ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള പേപ്പർ വ്യൂ ആയിട്ട് മാറുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.